ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തായാലും നമ്മുടെ HR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ HR ഫാമിലിയിൽ എന്തായാലും ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ഹരിയേട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഹരിയേട്ടാ. എന്തായാലും എല്ലാ വർഷവും ഹരിയേട്ടന് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് വിഷസ് കിട്ടാറ്. പക്ഷേ ഈ വർഷം നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടി വിഷസ് കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ. എന്തായാലും നമ്മുടെ HR ഫാമിലിയെ സ്നേഹിക്കുന്നവർ, ഹരിയേട്ടനെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ഹരിയേട്ടനോടുള്ള ബർത്ത്ഡേ വിഷസ് നിങ്ങളുടെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണേ. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നെന്തായാലും നമ്മുടെ വീട്ടിൽ വിളക്ക് വെക്കുന്ന ഡ്യൂട്ടി ഹരിയേട്ടൻ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ അത്യാവശ്യം നല്ല തിരക്കിലാണിന്ന്. പുറത്ത് നമ്മുടെ തുലാവർഷം തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അകത്ത് കിച്ചണിൽ ഞാൻ വേർത്തൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും തിരക്കിലാണെന്ന് ഞാൻ. നമ്മുടെ ഹരിയൻ്റെ ബർത്ത്ഡേ ആണ്. കൂട്ടത്തിൽ എനിക്കിന്ന് സ്കൂളിൽ സ്പെഷ്യൽ ഡ്യൂട്ടി ഉള്ള ദിവസമാണ് കേട്ടോ. സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് വെച്ചാൽ സ്കൂളിലെ എല്ലാ കുട്ടികളും എത്തുന്നതിന് മുമ്പ് ഒരു ടീച്ചർ സ്കൂളിൽ എത്തിയിരിക്കണം. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും സ്കൂൾ വിട്ട് സ്കൂളിൽ നിന്ന് പോയതിന് ശേഷം മാത്രമേ ആ ടീച്ചർക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റൂ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഡ്യൂട്ടി. അപ്പോൾ എൻ്റെ ആ ഡ്യൂട്ടി വരുന്ന ദിവസം ഇന്നാണ്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയും ഹരിയൻ്റെ ബർത്ത്ഡേയും എല്ലാമായിട്ട് ഞാൻ മൊത്തത്തിൽ നല്ല തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹരിയേട്ടൻ ഇന്ന് ഞാൻ വിളക്ക് വെച്ചോളാം, നീ എന്താ വെച്ചാൽ തിരക്ക് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ആൾ ആ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഹരിയേട്ടൻ്റെ വിളക്ക് വെക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് ഹരിയേട്ടനും കുട്ടികളും കൂടെ അമ്പലത്തിൽ പോയി വരുന്നുണ്ട്. ഹരിയേട്ടനും മനും മോനും കൂടിയാണ് പോകുന്നത് കേട്ടോ. ഇതാ അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അച്ഛനും മക്കളും. ഇനിയിപ്പോൾ ഇതാ അവർ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സ്റ്റക്കായിട്ടുണ്ട്. അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമ്മളെങ്ങനെ ഇപ്പം ഇനി പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛനും മക്കളും ഒന്ന് ചെറുതായിട്ടൊന്ന് അവിടെ സ്റ്റക്കായി. എന്നാലും ഇതാ അവർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിലാണ് പോയിട്ടുള്ളത്. അരകുറിശി അമ്പലം കേട്ടോ. മണ്ണാർക്കാട് പൂരം എന്ന് കേട്ടിട്ടില്ലേ? ആ ഫേമസ് പൂരം നടക്കുന്ന അമ്പലമാണ് അരകുറിശി അമ്പലം. അപ്പോൾ എന്തായാലും ഹരിയേട്ടൻ ഇതാ തൊഴുകലൊക്കെ കഴിഞ്ഞ് വലം വയ്ക്കലൊക്കെ കഴിഞ്ഞ് അവർ പ്രസാദമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഹരിയേട്ടനുള്ള സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഏറ്റവും സ്പെഷ്യൽ ഗിഫ്റ്റ്, സർപ്രൈസ് ഗിഫ്റ്റ് എന്ത് വേണേലും പറയാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗിഫ്റ്റ്. ഹരിയേട്ടൻ്റെ ബർത്ത്ഡേക്കും എൻ്റെ ബർത്ത്ഡേക്കും ഞങ്ങൾ പുതിയ ഡ്രസ്സൊന്നും എടുക്കാറില്ല കേട്ടോ. അതുപോലെ തന്നെ കേക്കും കട്ട് ചെയ്യാറില്ല. അതെന്താണ്, അതിനൊരു കാരണമുണ്ട് കേട്ടോ. ആ കാരണം എന്താണ് എന്നുള്ളത് ഞാൻ ഒന്നുമില്ലെങ്കിൽ നാളത്തെ വീഡിയോയിൽ, അതല്ലെങ്കിൽ മറ്റന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അതുവരെ അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരാൻ പോകുന്ന 2 ദിവസത്തെ സസ്പെൻസ് ഇപ്പോൾ പൊളിയും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയാത്തത്. അപ്പോൾ എന്തായാലും ഞാനിതാ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എന്തായിരുന്നു എൻ്റെ തിരക്ക് എന്നുള്ളത്. ഞാൻ നമ്മുടെ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാ ഒരു കുഞ്ഞു പിറന്നാൾ സദ്യ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിറന്നാൾ സദ്യ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അവിയൽ, കാളൻ, നോലൻ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഇത് എൻ്റേതായിട്ടുള്ളൊരു സദ്യയാണ്. എൻ്റെ സദ്യ എല്ലാം ഈ രീതിയിലായിരിക്കും. അതായത് എൻ്റെ കുറേ കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ ഇതിലൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇന്നിപ്പോൾ ഇതാ ഉപ്പേരി, പഴം പുഴുങ്ങിയത്, ഇതാ മത്തൻ കൊണ്ടൊരു ചെറിയൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, ചോറായി, പഴം ദാ, അത് കഴിഞ്ഞ് പായസം, അച്ചാറ്, പപ്പടം, പിന്നെ ഒരു കുഞ്ഞു സാലഡ്. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നമ്മുടെ ഹരിയൻ്റെ ബർത്ത്ഡേക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു സദ്യ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പിറന്നാൾ സദ്യ കഴിക്കാൻ നമുക്ക്. ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. വർക്കിംഗ് ഡേയിലാണ് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് പകരം ഞങ്ങൾ ഈ കുഞ്ഞു പിറന്നാൾ സദ്യ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങാറ്. കാരണം എല്ലാവരും 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളതാണ്. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഈ പിറന്നാൾ സദ്യ ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ടോ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊന്നും പുതിയതായിട്ടൊന്നും നമ്മൾ ചെയ്യാറില്ല. എന്താണോ നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കുറേ വർഷങ്ങളായിട്ട് എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഈ സംസാരത്തിനിടയ്ക്ക് ഹരിയേട്ടന് നമ്മുടെ കുഞ്ഞു പിറന്നാൾ സദ്യയൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അതാ മനുക്കുട്ടി, പൊന്നൂസുകുട്ടി, മോൻകുട്ടൻ, ഞങ്ങളെല്ലാവരും
കൂടെ ഇരുന്നതാ ഞാനിപ്പോൾ എത്തൂട്ടോ. ഞാനും ഇതൊന്നും മാറി നിൽക്കുന്നില്ല, ഇല്ലാതെ ശരിയാവില്ലല്ലോ. അവിടെ ഞാനും കൂടെ എത്തുമ്പോഴല്ലേ സെറ്റാവൂ. അപ്പോൾ അതാ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഞാൻ എൻ്റെ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞു പിറന്നാൾ സദ്യയൊക്കെ കഴിച്ചു, ഞങ്ങളുടെ ലഞ്ച് ബോക്സൊക്കെ സെറ്റ് ചെയ്തു, പിന്നെ അത്യാവശ്യം ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് 9 മണി ആവാറായി കേട്ടോ. ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്. എൻ്റെ ഡ്യൂട്ടി ദിവസങ്ങളിൽ ഹരിയേട്ടൻ ആണ് എന്നെ സ്കൂളിലേക്ക് എത്തിക്കാറ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരത്തെ എത്തേണ്ടതുള്ളത് കൊണ്ട് ഹരിയേട്ടൻ എന്നെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് തരും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ്, നമ്മുടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോവുക. റൈറ്റ് സൈഡിലേക്കാണ് ഹരിയൻ്റെ ഷോപ്പിലേക്ക്. നിങ്ങൾക്ക് അറിയാലോ സാധാരണ ഹരിയേട്ടൻ ആ സൈഡിലേക്കല്ലേ പോവാറ്. ഇനിയിപ്പോൾ അതാ ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. അതാ സ്കൂളിലെത്തി. ഇനി തിരിച്ച് ഹരിയേട്ടൻ നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ തന്നെ അങ്ങനെ ഷോപ്പിലേക്ക് പോവും. ഇനിയിപ്പോൾ അതാ ഹരിയേട്ടൻ ആ പോകുന്ന വഴിക്ക് നമ്മൾ ഒരാളെ കാണുന്നില്ലേ, ഒരു റോസ് കളർ പിങ്ക് കളർ ചുരിദാർ ഇട്ടിട്ട്, അത് ഐഷ മിസ്സാണ് കേട്ടോ. ഞാൻ സ്നേഹത്തോടെ ആളെ ഐഷു എന്നാണ് വിളിക്കാറ്. ഇത് നമ്മുടെ ലിൻസി മിസ്സാണ്. ലിൻസി മിസ്സിൻ്റെ മോള് ജുവാനയാണ് പുറകിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവരെയൊക്കെ ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ ഹരിയേട്ടൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.